എനിക്കിതാ നിന്റെ അത്രയും അല്ല എന്റെ മുഖത്തിന്റെ അത്രയും വലിപ്പമുള്ള ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാങ്ങനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഇങ്ങോട്ടും ആയോ ഒരടാറ് സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് തന്നെ പറയാം, ഇതിന് ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിനിപ്പോ ഈസി ആയിട്ട് ഒരു പേരിടണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ മാംഗോ ഐസ്ക്രീം എന്ന് പറയാം. പിന്നല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ റെസിപ്പി അല്ല. എന്തിനാ അത്ര കാര്യമായിട്ട് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റെസിപ്പി വെച്ചിട്ട് ആരും ട്രൈ ചെയ്തോക്കണ്ടാതിരിക്കണ്ടെന്ന് വെച്ചിട്ടാട്ടോ. അല്ലേ ചുരുക്കം പേർക്ക് മാത്രം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് കഴിക്കാൻ കുറച്ച് വിശ്വാസ കമ്മി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാ പറഞ്ഞു. ഇത് പിന്നെ ഏത് ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി വെക്കാം, കൊളായാലും നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. പിന്നെ ഇത്രയേരം ഞാൻ ഈ മാങ്ങമ്മ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് പീസ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടാക്കി എടുത്തു. അതിൽ പിന്നെ വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാണ് വേണ്ടത്. പിന്നെ ഇതിൽ പഴം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ ഇവിടെ ആഡ് ചെയ്യണില്ല. ബിക്കോസ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഴമില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് വാങ്ങിയിട്ട് വരാൻ വയ്യ. മൂന്നാമത്തെ കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഇവിടെ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിക്കാണ്ട് മിക്സി കുത്തി കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഓണായപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചാ കേട്ടോ. ഇതൊക്കെ പിന്നെ പ്രൊഫഷൻ്റെ ഭാഗങ്ങളാണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാം. നമുക്ക് കാര്യത്തിലേക്ക് വരപ്പോൾ പിന്നെ ഈ മാങ്ങ കുറച്ചൊക്കെ പുളി ആയതുകൊണ്ട് ആവശ്യത്തിലധികം ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യൽ കഴിഞ്ഞിട്ട് ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രീസ് ചെയ്തത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം. ഞാനങ്ങനെ വെള്ളം ഒഴിക്കാതെ കുറേ കറക്കാൻ നോക്കിയിട്ടോ, പക്ഷേ അത് കറങ്ങുണ്ടായിരുന്നില്ല. പിന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നോക്കിയപ്പോഴാണ് ഒന്ന് സെറ്റായിട്ട് കിട്ടിയത്. ശരിക്കും ഇതെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടിയാക്കി എടുക്കണം. പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ കഴിച്ചു. എന്തൊക്കെയാണേലും സാധനം സെറ്റാട്ടോ, ട്രൈ ചെയ്തോക്ക്. അപ്പം അത്രേ ഉള്ളൂ, ശരി ബൈ.